നമുക്ക് നമ്മുടെ ഹൃദയങ്ങളെ പൂർണ്ണമായും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമ്മുടെ മേൽ ഇറങ്ങി വരുന്ന പരിശുദ്ധാത്മാവിൻ്റെ കൃപയാൽ വചനം ധ്യാനിക്കുവാനും പരിശുദ്ധ അമ്മയെപ്പോലെ വചനം ജീവിക്കുവാനും അങ്ങനെ സുവിശേഷത്തിൻ്റെ സാക്ഷികളായി തീരുന്നതിനും വേണ്ടി നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവ് പഠിപ്പിച്ച പ്രാർത്ഥന ഭക്തിയോടുകൂടെ ഏറ്റുചൊല്ലാം. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, അങ്ങേ നാമം പൂജിതമാകണമേ, അങ്ങേ രാജ്യം വരണമേ, അങ്ങേ തിരുമനസ്സ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ. വചനത്തിന് ജീവൻ നൽകിയ പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് നമുക്ക് ഭക്തിപൂർവ്വം പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടെ സ്ത്രീകളിൽ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിക്കണമേ. ആമേൻ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. ഇപ്പോഴും എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. നമുക്കെല്ലാവർക്കും ഇരിക്കാം. മത്തായി എഴുതിയ വിശുദ്ധ സുവിശേഷത്തിൽ നിന്നുള്ള വായന. ഹെറോദ്യസിൻ്റെ മരണശേഷം ഈജിപ്തിൽ വെച്ച് കർത്താവിൻ്റെ ദൂതൻ ജോസഫിന് സ്വപ്നത്തിൽ പ്രത്യക്ഷപ്പെട്ട് പറഞ്ഞു, എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് മടങ്ങുക. ശിശുവിനെ വധിക്കുവാൻ ശ്രമിച്ചവർ മരിച്ചു കഴിഞ്ഞു. അവൻ എഴുന്നേറ്റ് ശിശുവിനെയും അമ്മയെയും കൂട്ടി ഇസ്രായേൽ ദേശത്തേക്ക് പുറപ്പെട്ടു. മകൻ അർക്കലാവൂസാണ് പിതാവായ ഹെറോദസിൻ്റെ സ്ഥാനത്ത് യൂദായിൽ ഭരിക്കുന്നതെന്ന് കേട്ടപ്പോൾ അവിടേക്ക് പോകുവാൻ ജോസഫിന് ഭയമായി. സ്വപ്നത്തിൽ ലഭിച്ച മുന്നറിയിപ്പ് അനുസരിച്ച് അവൻ ഗലീലി പ്രദേശത്തേക്ക് പോയി. അവൻ നസ്രായൻ എന്ന് വിളിക്കപ്പെടും എന്ന പ്രവാചകൻ വഴി അരുൾ ചെയ്യപ്പെട്ടത് നിവർത്തിയാകുവാൻ നസ്രത്ത് എന്ന പട്ടണത്തിൽ അവൻ ചെന്ന് പാർത്തു. കർത്താവിൻ്റെ സുവിശേഷം. യേശുവിൽ ഏറ്റവും സ്നേഹം നിറഞ്ഞവരെ, ഈ ഒരു വചനഭാഗം ഇന്ന് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് ആഗ്രഹിച്ചത് നമ്മൾ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുന്നത് കൊണ്ടാണ്. ഇന്ന് നമ്മൾ പ്രത്യേകമായിട്ട് കുടുംബ ബന്ധങ്ങളെക്കുറിച്ചൊന്ന് ആഴമായി ചിന്തിക്കുവാനായിട്ട് പോകുകയാണ്. സത്യത്തിൽ കുടുംബത്തെക്കുറിച്ച് നമ്മൾ ഇന്ന് ചിന്തിക്കുമ്പോൾ ആദ്യം ആ കുടുംബത്തിലേക്ക് നയിക്കുന്ന വിവാഹമെന്ന കുദാശയെക്കുറിച്ച് കൂടി നമ്മൾ ചിന്തിക്കണം. കാരണം വിവാഹത്തിൻ്റെ പൊരുൾ മനസ്സിലാക്കിയാലേ ക്രൈസ്തവ കുടുംബത്തിൻ്റെ ആഴമെന്താണെന്ന് നമുക്ക് ഗ്രഹിക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പോൾ ഇന്ന് നമ്മൾ കാണുന്നൊരു പ്രവണത, കുടുംബങ്ങളെ തകർക്കുന്ന മനോഭാവം ലോകമെങ്ങും വർദ്ധിച്ച് വരുന്നതായിട്ടാണ്. സഭയെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെ സഭ കാണുന്നത് ഗാർഹിക സഭയായിട്ടാണ്. അതായത് സഭയുടെ കാഴ്ചപ്പാടിൽ കുടുംബം എന്ന് പറയുന്നത് സഭയുടെ ഏറ്റവും ചെറിയ പതിപ്പാണ്. അതുകൊണ്ട് തന്നെ ആ കുടുംബത്തെ സംരക്ഷിക്കുവാൻ എപ്പോഴും സഭ മുന്നിട്ടിറങ്ങുന്നുണ്ട്. അല്ല, ഇന്ന് നമ്മളൊന്ന് ലോകത്തിലേക്ക് നോക്കുകയാണെങ്കിൽ ബന്ധങ്ങൾക്ക് വില കൽപ്പിക്കാത്ത, കുടുംബത്തിന് മൂല്യങ്ങൾ കൽപ്പിക്കാത്ത ഒരു കാലഘട്ടത്തിലാണ് നമ്മൾ വളർന്നു വരുന്നത്, അല്ലേ? ലിവിങ് ടുഗദർ പോലെയുള്ള കാര്യങ്ങളൊക്കെ വളർന്നു വരുന്ന ഒരു കാലഘട്ടത്തിലാണ്. കാരണം കുടുംബമായിട്ട് മുന്നോട്ട് പോകുവാൻ താല്പര്യമില്ല. പല യുവതി യുവാക്കൾക്കും വിവാഹം ചെയ്തൊരു കുടുംബമായി ജീവിക്കുവാൻ താല്പര്യമില്ല. ഇങ്ങനെയൊക്കെയുള്ളൊരു കാലഘട്ടത്തിൽ എന്താണ് ഒരു ക്രൈസ്തവ കുടുംബത്തിൻ്റെ പ്രസക്തി എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ദൈവം തൻ്റെ സൃഷ്ടികർമ്മത്തിൻ്റെ ആദ്യ നിമിഷങ്ങളിൽ തന്നെ സ്ഥാപിച്ചൊരു കുദാശയാണ് വിവാഹം, അല്ലെങ്കിൽ അതിലൂടെ കുടുംബം എന്ന് പറയുന്നത്. ആദം അവൻ ഒറ്റക്കായിരുന്നപ്പോൾ അവനൊരു തുണയെ നൽകിക്കൊണ്ട്
ദൈവം അവനൊരു കുടുംബം നൽകുകയാണ്. അപ്പോൾ ദൈവത്തിൻ്റെ പദ്ധതിയുടെ ഏറ്റവും മനോഹരമായ ആദ്യത്തെ സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. ആ കുടുംബത്തിൽ നിന്നുകൊണ്ടാണ് ദൈവം തൻ്റെ രക്ഷാകരമായ പദ്ധതി ഈ ലോകത്തിന് മുഴുവനായി നൽകുന്നത്. എബ്രഹാമിനെ ദൈവം വിളിക്കുമ്പോൾ എബ്രഹാം എന്നൊരു വ്യക്തിയെ മാത്രമല്ല ദൈവം വിളിക്കുന്നത്, മറിച്ച് അവനോടൊപ്പം അവൻ്റെ ഭാര്യയായ സാറായെയും വിളിക്കുന്നുണ്ട്. ഒരു കുടുംബത്തെയാണ് ദൈവം തിരഞ്ഞെടുക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ യേശുവിനെ ലോകത്തിലേക്ക് അയക്കുവാൻ ദൈവം തിരുമനസ്സാകുമ്പോൾ അവിടെ ഒരു മറിയത്തെ മാത്രമല്ല ദൈവം തിരഞ്ഞെടുക്കുന്നത്, അവളോടൊപ്പം ഒരു ജോസഫിനെയും തിരഞ്ഞെടുക്കുന്നുണ്ട്. അങ്ങനെ ഒരു കുടുംബത്തിലൂടെയാണ് ദൈവം തൻ്റെ രക്ഷയുടെ മഹത്തായ അനുഭവം ഈ ലോകത്തിന് നൽകുന്നത്. അപ്പോൾ എന്താണ് ക്രൈസ്തവ കുടുംബത്തിൻ്റെ പ്രാധാന്യമെന്ന് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ അതിനുള്ള ഉത്തരവും ഇത് തന്നെയാണ്. ഇന്ന് ഈ ലോകത്തിൽ രക്ഷയുടെ അനുഭവം ലോകത്തിന് നൽകുവാൻ ദൈവം തിരഞ്ഞെടുത്തിരിക്കുന്നത് കുടുംബങ്ങളെയാണ്. അതുകൊണ്ട് തന്നെയാണ് സഭ കുടുംബത്തെ ഏറ്റവും അമൂല്യമായ ഒന്നായി കരുതുകയും അതിനെതിരെ നടക്കുന്ന എല്ലാ പ്രവണതകളെയും ചെറുക്കുവാനായിട്ട് പരിശ്രമിക്കുകയും ചെയ്യുന്നത്. അപ്പോൾ ഒരു കുടുംബസ്ഥരായ പലരും ഇവിടെയുണ്ട്, അല്ലെങ്കിൽ കുടുംബജീവിതത്തിലേക്ക് കടക്കുവാൻ ആഗ്രഹിക്കുന്ന പലരും ഇവിടെയുണ്ട്. ആ ഒരു സന്ദർഭത്തിൽ നിങ്ങൾ എന്താണ് തങ്ങളെ ഏൽപ്പിക്കുന്ന കുടുംബജീവിതത്തിൻ്റെ ദൗത്യം എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ പ്രധാനപ്പെട്ടതാണ്. നമ്മൾ കുടുംബത്തെക്കുറിച്ച് പറയുന്നത് എന്താണ്? കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം, അല്ലേ? നമ്മൾ പലപ്പോഴും പറയാറുണ്ട്. എന്നാൽ നിങ്ങളുടെ അനുഭവത്തിൽ നിന്ന് പറയുക, എപ്പോഴെങ്കിലും ഇമ്പമുള്ള ഒരു കുടുംബത്തെ നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുന്ന, ജീവിത പങ്കാളിയെക്കുറിച്ച് ആകുലപ്പെടുന്ന, മക്കളുടെ ഭാവിയെക്കുറിച്ച് നിരാശയോടെ ചിന്തിക്കുന്ന മാതാപിതാക്കളെയും ജീവിത പങ്കാളിയെയും മക്കളെയും ഒക്കെയല്ലേ നമ്മൾ അനുദിനം ഓരോ കുടുംബങ്ങളിലും കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് കൂടുമ്പോൾ ഇമ്പമുള്ളതാണ് കുടുംബം എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുക? അവിടെയാണ് ക്രൈസ്തവ കുടുംബത്തിൻ്റെ ഉദ്ദേശം നമ്മൾ മനസ്സിലാക്കേണ്ടത്. ദൈവം എപ്പോഴാണ് ആദത്തിന് ഒരു തുണയെ കൊടുക്കുന്നത്? അവൻ ഏകനായിരിക്കുന്നത് കാണുമ്പോഴാണല്ലേ. ദൈവം ആദം ഏകനായിരിക്കുമ്പോഴാണ് അവനൊരു തുണയെ കൊടുക്കുന്നത്. എന്തുകൊണ്ടാണ്? കാരണം ഏകാന്തത ഒരു മനുഷ്യൻ്റെ കുറവാണ്. എല്ലാം തികഞ്ഞ ഒരു വ്യക്തിക്ക് ഏകാന്തതയുണ്ടാവില്ല. ഉദാഹരണം, നമ്മൾ ദൈവത്തെ തന്നെ എടുക്കുക. എല്ലാം തികഞ്ഞ, എല്ലാം ഉള്ള ഒരു വ്യക്തിയാണ് ദൈവം. ആ വ്യക്തിക്ക് വേറൊരു കുറവില്ല. അങ്ങനെ വരുമ്പോൾ ദൈവത്തിന് പരിപൂർണതയുണ്ട്, അവിടെ ഒന്നിൻ്റെയും കുറവില്ല. അപ്പോൾ മനുഷ്യന് ഏകാന്തതയുണ്ടാകുന്നു എന്ന് പറയുന്നത് അവന് ഒരു കുറവുള്ളത് കൊണ്ടാണ്. അവൻ്റെ കുറവിനെ കണ്ടുകൊണ്ടാണ് ദൈവം അവന് ഇണയെ നൽകുന്നത്. പ്രിയമുള്ളവരെ, അത് തന്നെയാണ് കുടുംബത്തിൻ്റെ ഏറ്റവും വലിയ വിജയം എന്ന് പറയുന്നത്. ദൈവം ചേർത്ത് വയ്ക്കുന്നത് ഒരിക്കലും പെർഫെക്റ്റ് ആയിട്ടുള്ള രണ്ടുപേരെയല്ല, കുറവുകളെ മനസ്സിലാക്കി അതിനെ പരിഹരിക്കുവാൻ കഴിയുന്നവരെയാണ്. ആദത്തിൻ്റെ കുറവിനെ മനസ്സിലാക്കി അവന് ഹവ്വയെ ദൈവം നൽകുന്നു. അതേപോലെ തന്നെ ഹവ്വയുടെ കുറവിനെ പരിഹരിക്കുവാൻ ആദത്തിനെയും ദൈവം ഏൽപ്പിക്കുന്നു. അപ്പോൾ വിവാഹം എന്ന കുദാശയിലൂടെ ഒന്നാകുന്ന വ്യക്തികൾ തീർച്ചയായിട്ടും അവർ തങ്ങളുടെ കുറവുകളെ പരിഹരിച്ച് മുന്നോട്ട് പോകണമെന്നാണ്. അതിനുവേണ്ടി ദൈവം ഒരുക്കുന്ന സംവിധാനമാണ് കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ വിവാഹം എന്ന കുദാശയിലേക്ക് നിങ്ങൾ കടന്നു വരുമ്പോൾ പലപ്പോഴും ആ ഒരു കുദാശയുടെ സമയത്ത് പൗലോസ് അപ്പോസ്തലൻ്റെ വാക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് സഭ അവരോട് പറയുന്ന ഇപ്രകാരമാണ്: ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ ഭാര്യ ഭർത്താക്കന്മാരെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുക. അപ്പോൾ ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? ക്രിസ്തു എങ്ങനെയാണ് സഭയെ സ്നേഹിച്ചത്? ഒരുപക്ഷെ നമ്മുടെ ഉള്ളിലേക്ക് ആദ്യം കടന്നു വരുന്ന ചിന്ത കുരിശിൽ മരിച്ച് സ്വന്തം ജീവൻ നൽകുന്ന ക്രിസ്തുവിനെയാണ്. തീർച്ചയായിട്ടും കുരിശിൻ്റെ ആ ബലി തന്നെയാണ് സ്നേഹത്തിൻ്റെ പൂർണ്ണതയെന്ന് പറയുന്നത്. എന്നാൽ അതിന് ഒരു 400 വർഷത്തിൻ്റെ ഒരു ഹിസ്റ്റോറിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഉണ്ട്. നമുക്കറിയാം, ഈജിപ്തിൽ അടിമത്തത്തിൽ കഴിയുന്ന ഒരു ജനത്തെ തൻ്റെ ശക്തമായ കരം കൊണ്ട് മോചിപ്പിച്ച് അവരെ കാനാൻ ദേശത്തേക്ക്, അല്ലെങ്കിൽ വാഗ്ദത്ത ദേശത്തേക്ക് കൊണ്ടുവരുന്ന ദൈവം ആ ഒരു യാത്രാമധ്യേ സീനാൽ മലയിൽ വെച്ച് ദൈവവും ജനവും തമ്മിൽ ഒരു ഉടമ്പടി ചെയ്യുന്നുണ്ട്.
ഞാൻ നൽകുന്ന കൽപ്പനകൾ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾ ഇന്നു മുതൽ എൻ്റെ ജനമാണ്. പഴയ നിയമ കാഴ്ചപ്പാടിൽ ആ ഒരു ഉടമ്പടി എന്ന് പറയുന്നത്, സീനായ് ഉടമ്പടി എന്ന് പറയുന്നത് ഒരു ഭാര്യ ഭർത്ത ബന്ധത്തിൻ്റെ ഒരു ഉടമ്പടിയായിട്ടാണ് കാണുന്നത്. അതായത് ദൈവം തൻ്റെ സ്വന്തം ജീവിത പങ്കാളിയായി ഇസ്രായേൽ ജനത്തെ തിരഞ്ഞെടുക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. എന്നാൽ ആ ഉടമ്പടിയോട് ഒരു കാലത്തും ഇസ്രായേൽ ജനം വിശ്വസ്തത കാട്ടിയിരുന്നില്ല. അവർ അന്യദേവന്മാരെ ആരാധിച്ചുകൊണ്ട് ദൈവത്തിനെതിരെ അവിശ്വസ്തത കാണിച്ചു. പഴയ നിയമ ഗ്രന്ഥങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ നമുക്ക് ശ്രദ്ധിക്കുമ്പോൾ മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. വിഗ്രഹ ആരാധനയ്ക്കും വ്യഭിചാരത്തിനും പഴയ നിയമ ഹീബ്രുവിൽ ഉപയോഗിക്കുന്ന വാക്ക് ഒന്ന് തന്നെയാണ്. അതായത് ദൈവമായ തൻ്റെ ജീവിത പങ്കാളിയെ ഉപേക്ഷിച്ചുകൊണ്ട് അന്യദേവന്മാരുടെ പിറകിൽ പോകുന്ന ഒരു അവിശ്വസ്തയായ ഭാര്യയായിട്ടാണ് പഴയ നിയമത്തിൽ ഉടനീളം ഇസ്രായേൽ ജനത്തെ പ്രവാചകന്മാർ കാണുന്നത്. അതുകൊണ്ടാണ് ഹോശിയ പ്രവാചകന്റെ പുസ്തകത്തിൽ നിങ്ങൾ ദൈവത്തെ ഉപേക്ഷിച്ച് പോയി, നിങ്ങൾ മറ്റുള്ളവരെ തേടി പോകുന്നു എന്നുള്ള കുറ്റപ്പെടുത്തൽ പ്രവാചകൻ പറയുന്നത്. അതുപോലെ തന്നെ പ്രവാചകൻ പിന്നീട് പറയുന്നുണ്ട്, ഞാൻ നിനക്കൊരു പുതിയ ഹൃദയം നൽകും, ഇനിമേൽ നീ ആരുടെയും പുറകെയിൽ പോകില്ല. അങ്ങനെ തന്നെ അവിശ്വസ്തത കാണിച്ചുകൊണ്ട് തന്നിൽ നിന്നും ദൂരെ പോകുന്ന ജീവിത പങ്കാളിയെ ചേർത്ത് പിടിച്ച് അവൾക്ക് വീണ്ടും ഒരു അവസരം നൽകുന്ന സ്നേഹമാണ് ദൈവം കാണിച്ചു തരുന്നത്. അതിൻ്റെ പാരമ്യമാണ് കുരിശിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ ഈ ഒരു അർത്ഥത്തിൽ വീണ്ടും നിങ്ങളോട് സഭ ചോദിക്കുകയാണ്, ക്രിസ്തു സഭയെ സ്നേഹിച്ചതുപോലെ നിങ്ങൾ പരസ്പരം സ്നേഹിക്കുവിൻ. ഈ ഒരു ചരിത്ര പശ്ചാത്തലത്തിൽ നിങ്ങൾ നോക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിത പങ്കാളിയെ സ്നേഹിക്കുവാൻ സാധിക്കുമോ? എൻ്റെ കൂടെ ജീവിക്കുന്ന എൻ്റെ ജീവിത പങ്കാളി എന്നിൽ നിന്നും അവിശ്വസ്തത കാണിക്കുന്നു എന്ന് തിരിച്ചറിഞ്ഞാലും ആ വ്യക്തിയെ ഉൾക്കൊള്ളുവാൻ, ആ വ്യക്തിയെ ജീവിതത്തിലേക്ക് നന്മയിലേക്ക് തിരിച്ചു കൊണ്ടുവരുവാൻ സ്വന്തം ജീവൻ ബലിയർപ്പിക്കുവാനായിട്ട് നിങ്ങൾക്ക് സാധിക്കുമോ? അങ്ങനെ സ്നേഹിക്കണമെന്നാണ് വചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. തീർച്ചയായിട്ടും നമുക്ക് അത് സാധിക്കുക വളരെ ബുദ്ധിമുട്ടാണ്. കാരണം നമ്മൾ മനുഷ്യരാണ്. അതുകൊണ്ടാണ് വിവാഹമെന്ന കുദാശയിൽ സ്നേഹത്തിൻ്റെയും ഐക്യത്തിൻ്റെയും ആത്മാവിനെ നിങ്ങൾക്ക് നൽകിക്കൊണ്ട് വിവാഹബന്ധം ഊട്ടിയുറപ്പിക്കുന്നത്. അപ്പോൾ വിവാഹത്തിലൂടെ ഒന്നു ചേരുന്ന രണ്ട് വ്യക്തികൾ അവർ പരിപൂർണരല്ല, അവൾക്ക് കുറവുകളുണ്ട്. ആ കുറവുകളെ നികത്തി നിറവുകളാക്കി മാറ്റുവാൻ ദൈവം സ്ഥാപിച്ച സംവിധാനമാണ് കുടുംബം. അപ്പോൾ നിങ്ങൾ ഒരിക്കലും നിങ്ങളുടെ ജീവിത പങ്കാളിയെ പറ്റി കുറ്റം പറയരുത്. നിങ്ങളുടെ മക്കളെക്കുറിച്ച് നിങ്ങൾ പരിഭവപ്പെടരുത്. കാരണം ദൈവം നിങ്ങൾക്ക് അങ്ങനെയുള്ള വ്യക്തിയെ തന്നത് എന്തുകൊണ്ടാണ്? നിങ്ങളിലൂടെ ആ കുടുംബത്തെ, ആ വ്യക്തിയെ ദൈവത്തിന് വേണ്ടി നേടിയെടുക്കാനാണ്. അപ്പോൾ അപൂർണരായ വ്യക്തികൾ പരസ്പരം തങ്ങളുടെ അപൂർണത മനസ്സിലാക്കി പരസ്പരം സഹായിച്ച് വിശുദ്ധിയിലേക്ക് ഒന്നിച്ച് നടന്ന് നീങ്ങുന്ന ദൈവിക സംവിധാനമാണ് നമ്മുടെ കുടുംബം എന്ന് പറയുന്നത്. അപ്പോൾ അവിടെ പരിഭവത്തിന് ഇടമില്ല. അവിടെ നമുക്ക് ലഭിച്ച ജീവിത പങ്കാളിയുടെ കുറവിനെക്കുറിച്ച് ദുഃഖിക്കുന്നതിൽ കാര്യമില്ല. കാരണം അത് ദൈവഹിതമാണ്. നിങ്ങൾക്ക് നൽകിയിരിക്കുന്ന ദൈവത്തിൻ്റെ ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തമാണ്. അത് നിങ്ങൾ ഏറ്റെടുക്കുമ്പോഴാണ് നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ വിജയമുള്ളവരായി മാറുന്നത്. സഭയുടെ ചരിത്രം എടുത്ത് നോക്കുക, നമുക്ക് കാണാൻ കഴിയുന്ന ഒത്തിരി വിശുദ്ധരുണ്ട്, അല്ലേ? വിശുദ്ധ അഗസ്തീനോസ്, അന്നത്തെ കാലത്ത് ആ മനുഷ്യന് ചെയ്യാൻ കഴിയുന്ന എല്ലാവിധ പാപങ്ങളും അതിൻ്റെ എല്ലാവിധ സുഖ സൗകര്യങ്ങളും അനുഭവിച്ചൊരു വ്യക്തിയാണ്. ഇന്ന് മഹാനായ വിശുദ്ധനായി ആ മനുഷ്യൻ മാറിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പുറകിൽ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ കണ്ണീരും പ്രാർത്ഥനയും മാത്രമായിരുന്നു. 1-2 വർഷമല്ല, 30 വർഷത്തിനേറെ ആ മകൻ്റെ മാനസാന്തരത്തിന് വേണ്ടി അമ്മ പ്രാർത്ഥിച്ചുവെന്നുള്ളതാണ്. വിശുദ്ധ റീത്തായുടെ ജീവിതം എടുത്തു നോക്കുക. കുടിയനായൊരു ഭർത്താവ് ദിവസവും വന്ന് മർദ്ദിക്കുമായിരുന്നു. പക്ഷെ സ്നേഹത്തോടെ പരിചരിച്ച് സഹനങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ആ മനുഷ്യന് വേണ്ടി പ്രാർത്ഥിച്ചപ്പോൾ ആ മനുഷ്യൻ മാനസാന്തരത്തിലേക്ക് കടന്നു വന്നു. ആ മക്കൾ തൻ്റെ പിതാവിനെ കൊന്നവർക്ക് വേണ്ടി പ്രതികാരം ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ കർത്താവ് ഇവർ പാപം ചെയ്യുന്നതിന് മുമ്പ് മരിക്കട്ടെ എന്നാണ് ഈ റീത്ത പുണ്യവതി പ്രാർത്ഥിക്കുന്നത്. അങ്ങനെ അവർ ആ പാപം ചെയ്യുന്നതിന് മുമ്പ് ദൈവസന്നിധിയിലേക്ക് കടന്നു പോകുന്നുണ്ട്. അപ്പോൾ കുടുംബം എന്ന് പറയുന്നത് പരിപൂർണരായിട്ടുള്ള
നിങ്ങൾക്ക് യോജിച്ച ഒരു വ്യക്തിയെ തരിക എന്നുള്ളതല്ല, മറിച്ച് നിങ്ങൾക്ക് തന്ന ജീവിത പങ്കാളിയെ, മക്കളെ നിങ്ങളുടെ ജീവിതം വഴി പരിപൂർണതയിലേക്ക് ഉയർത്തുക. അതാണ് പ്രിയമുള്ളവരെ കുടുംബം. അതാണ് നിങ്ങളുടെ ഉത്തരവാദിത്തം. ആ ഉത്തരവാദിത്തത്തിലേക്ക് നിങ്ങളെ ക്ഷണിക്കുകയാണ് ക്രിസ്തു ചെയ്യുന്നത്. അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ കുടുംബത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ കുറവിനെക്കുറിച്ചല്ല ചിന്തിക്കേണ്ടത്, മക്കളുടെ ജീവിതത്തെക്കുറിച്ച് ആകുലപ്പെടുകയല്ല ചെയ്യേണ്ടത്, മറിച്ച് ദൈവം തനിക്ക് നൽകിയ ഉത്തരവാദിത്തമാണ് എൻ്റെ കുടുംബം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് അവരോടൊപ്പം ചേർന്ന് നിൽക്കുക, അവരുടെ കുറവിൽ അവർക്ക് താങ്ങാകുക, അവരുടെ കുറവിൽ അവർക്ക് നിറവായി മാറുക. നിങ്ങളിലൂടെ ആ കുടുംബം തീർച്ചയായിട്ടും രക്ഷയുടെ അനുഭവത്തിലേക്ക് കടന്നു വരും. അപ്പോൾ നമ്മുടെ കുടുംബങ്ങളെ എങ്ങനെയാണ് ആ ഒരു രക്ഷയുടെ അനുഭവത്തിലേക്ക് നമുക്ക് കൊണ്ടുവരുവാനായിട്ട് സാധിക്കുക? അതിനെക്കുറിച്ച് ധ്യാനിക്കുമ്പോൾ നമുക്ക് മുന്നിൽ സഭ നൽകുന്ന ഏറ്റവും മനോഹരമായ ഉദാഹരണം തിരുക്കുടുംബത്തിൻ്റെതാണ്. അതുകൊണ്ടാണ് ഇന്ന് ഈ വചനം തന്നെ നിങ്ങളുമായി ഞാൻ പങ്കുവെച്ചത്. എന്താണ് തിരുക്കുടുംബത്തെ മറ്റുള്ള കുടുംബത്തിൽ നിന്നും വ്യത്യസ്തമാക്കുന്നത്? അല്ലെങ്കിൽ എന്താണ് യേശുവിൻ്റെ കുടുംബത്തെ നമ്മുടെ കുടുംബങ്ങളിൽ നിന്നും വ്യതിരക്തമാക്കുന്നത്? അതിന് ചില കാരണങ്ങൾ നമുക്ക് കണ്ടെത്തുവാനായിട്ട് സാധിക്കും. യേശുവിൻ്റെ കുടുംബം, പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും യേശുവും അടങ്ങുന്ന കുടുംബം തിരുക്കുടുംബമായി മാറുന്നത് അവിടെ യേശുവിൻ്റെ സാന്നിധ്യമുള്ളത് കൊണ്ട് മാത്രമല്ല, മറിച്ച് അവരുടെ ഇടയിലുണ്ടായ ഒരു 5-6 ഗുണങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പകർത്തിയാൽ നമ്മുടെ കുടുംബവും തിരുക്കുടുംബവുമായിട്ട് മാറും. അതെന്താണ് എന്ന് നമുക്കൊന്ന് നോക്കാം. തിരുക്കുടുംബത്തിൽ നമ്മൾ കാണുന്നത് 3 വ്യക്തിത്വങ്ങളെയാണ്, അല്ലേ? ഒന്നാമതായിട്ട് യൗസേപ്പിതാവ്. യൗസേപ്പിതാവ് നമ്മെ പഠിപ്പിക്കുന്ന 2 ഗുണങ്ങളുണ്ട്. ഒന്നാമതായിട്ട് എന്താണ്? അദ്ദേഹം ഉറങ്ങുന്ന മനുഷ്യനായിരുന്നു. നമ്മൾ ബൈബിൾ എടുത്ത് നോക്കുകയാണെങ്കിൽ എവിടെയൊക്കെയോ ഔസേപ്പിതാവിനെ കുറിച്ച് പറയുന്നുണ്ടോ അവിടെയൊക്കെ ആ മനുഷ്യൻ ഉറങ്ങുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. ആ മനുഷ്യൻ ഉറങ്ങുക മാത്രമല്ല, സ്വപ്നവും കാണുകയും ചെയ്യുന്നുണ്ട്. അപ്പോൾ എന്താണ് ഈ ഉറക്കം എന്ന് പറയുന്നത്? നമ്മൾ യൗസേപ്പിതാവിൻ്റെ ജീവിതത്തിലൂടെ കടന്നു പോകുമ്പോൾ ഒരു മനുഷ്യനും ഉറങ്ങാൻ കഴിയാത്ത, മനസ്സത്രമേൽ അസ്വസ്ഥമായിരിക്കുന്ന ഒരു സമയത്താണ് ഈ മനുഷ്യൻ കിടന്നുറങ്ങുന്നത്, അല്ലെ? സ്വന്തം ജീവിത പങ്കാളിയാകുവാൻ ദൈവമൊരുക്കിയ തൻ്റെ കൂടെ വരാൻ പോകുന്ന സ്ത്രീ വിവാഹത്തിന് മുമ്പേ ഗർഭിണിയാണെന്നറിയുന്നു. ഏതെങ്കിലും ഒരു മനുഷ്യന് കിടന്നുറങ്ങാൻ പറ്റുമോ? ആ സമയത്ത് ഈ മനുഷ്യൻ കിടന്നുറങ്ങിയെന്നാണ് വേദപുസ്തകം പറയുന്നത്. തൻ്റെ മകൻ അല്ലെങ്കിൽ ഭാര്യ ഒരു കാലിത്തൊഴുത്തിൽ വളരെയേറെ ശോചനീയമായ അവസ്ഥയിൽ കിടക്കുമ്പോഴും അവിടെ ആ മനുഷ്യൻ കിടന്നുറങ്ങി എന്നാണ് വേദപുസ്തകത്തിൽ നമ്മൾ കാണുന്നത്. അപ്പോൾ എന്താണ് ഈ യൗസേപ്പിതാവിൻ്റെ ഉറക്കം നമ്മോട് പറഞ്ഞു വയ്ക്കുന്നത്? അത് ഒരു ശാരീരികമായ ഉറക്കത്തെക്കുറിച്ചല്ല നമ്മോട് പറയുന്നത്. ജീവിതത്തിൽ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, ജീവിതത്തിൽ ദുഃഖങ്ങൾ ഉണ്ടാകുമ്പോൾ നമ്മളെല്ലാവരും പെട്ടെന്നെടുത്ത് പ്രതികരിക്കുന്നവരാണ്. ദൈവത്തോടാകട്ടെ, കൂടെ ജീവിക്കുന്നവരോടാകട്ടെ നമ്മൾ വളരെ പെട്ടെന്ന് പ്രതികരിക്കും. എന്നാൽ പിന്നീടായിരിക്കും നമ്മൾ ആ ഒരു സന്ദർഭത്തിൻ്റെ സത്യാവസ്ഥ മനസ്സിലാക്കുന്നത്. അപ്പോൾ നമ്മൾ ദുഃഖിക്കുകയും ചെയ്യും, ഞാൻ എടുത്തു ചാടി പെരുമാറിയല്ലോ എന്ന്. എന്നാൽ ഇവിടെ യൗസേപ്പിതാവ് നമുക്ക് നല്ലൊരു മാതൃക നൽകുകയാണ്. ആ മനുഷ്യൻ ഉറങ്ങിയെന്ന് പറയുന്നത് തീർച്ചയായിട്ടും അത് വെറും ഒരു ശാരീരിക ഉറക്കമല്ല, മറിച്ച് ദൈവത്തോടൊപ്പമുള്ള ഒരു മനുഷ്യൻ്റെ പ്രാർത്ഥനയാണ്, അല്ലെ? ഭാരതീയ സങ്കല്പത്തിൽ സുഷുപ്തി എന്നുള്ളൊരു സങ്കല്പമുണ്ട്. അതായത് ഈ ലോകവുമായിട്ടുള്ള എല്ലാ ബന്ധങ്ങളും വിട്ട് ബ്രഹ്മമായിട്ട് ചേർന്നിരിക്കുന്ന, അതായത് ദൈവവുമായിട്ട് ചേർന്നിരിക്കുന്ന ഒരവസ്ഥ, അതിനെയാണ് സുഷുപ്തി എന്ന് പറയുന്നത്. അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ ഉറക്കം, അല്ലെ? നമ്മൾ ശാരീരികമായി ഉറങ്ങുമ്പോഴും നമുക്ക് ഈ ലോകത്തോട് ഒരു ബന്ധവുമില്ല. അതേപോലെ തന്നെയാണ്. അപ്പോൾ യൗസേപ്പിതാവിൻ്റെ ഉറക്കമെന്ന് പറയുന്നത് വെറും ഒരു ശാരീരികമായ ഉറക്കമല്ല. തൻ്റെ ജീവിതത്തിലെ പ്രതിസന്ധികൾ ഉണ്ടാകുമ്പോൾ, തൻ്റെ ജീവിതത്തിൽ സഹനങ്ങൾ കടന്നു വരുമ്പോൾ അതിനെക്കുറിച്ച് ലോകത്തിലുള്ള മറ്റുള്ളവർ ഇത് ചെയ്യുക, അത് ചെയ്യുക, നിന്റെ പാപമാണ് അല്ലെങ്കിൽ നിന്റെ കുറവാണ് എന്ന് കുറ്റപ്പെടുത്തുമ്പോൾ അതിനൊന്നും കേൾക്കാതെ അവൻ തൻ്റെ ഉള്ളിലേക്ക് തിരിയുകയാണ്. തൻ്റെ ഉള്ളിലെ ദൈവത്തിൻ്റെ സ്വരം കേൾക്കുവാൻ അവൻ തന്നെ വിട്ടുകൊടുക്കുകയാണ്. അവിടെയാണ് യൗസേപ്പിതാവിന് സ്വപ്നങ്ങൾ ഉണ്ടാകുന്നത്.
ആ സ്വപ്നങ്ങളനുസരിച്ചാണ് പിന്നീട് യൗസേപ്പ് പിതാവ് ജീവിക്കുന്നത്. പക്ഷെ അവിടെ ഒരു വ്യത്യാസമുണ്ട്. യൗസേപ്പ് പിതാവ് കണ്ട സ്വപ്നങ്ങളല്ല, മറിച്ച് യൗസേപ്പ് പിതാവിനെ കുറിച്ച് ദൈവം കണ്ട സ്വപ്നങ്ങളാണ് ആ ഉറക്കത്തിൽ ആ മനുഷ്യൻ കാണുന്നത്. അല്ലെ, യൗസേപ്പ് പിതാവിന് വളരെയേറെ നല്ല സ്വപ്നങ്ങളുണ്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച്. മറിയത്തെ വിവാഹം ചെയ്യണം, അതിൽ നല്ല കുട്ടികൾ, നല്ല ജീവിതം, അതൊക്കെയായിരുന്നു യൗസേപ്പ് പിതാവിൻ്റെ സ്വപ്നമെന്ന് പറയുന്നത്. എന്നാൽ ആ സ്വപ്നത്തിൻ്റെ മേൽ ദൈവത്തിൻ്റെ സ്വപ്നം കടന്നു വരികയാണ്. മറിയം നിത്യകന്യകയായിരിക്കും, അവളുടെ പുത്രൻ ദൈവപുത്രനായിരിക്കും, നീ അവനൊരു കാവൽക്കാരൻ മാത്രമാകണം. ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഉൾക്കൊള്ളാൻ കഴിയുന്നതാണോ സ്വന്തം ജീവിതത്തെ പൂർണ്ണമായി ഉപേക്ഷിച്ചുകൊണ്ട് ഒരു കാവൽക്കാരൻ്റെ ഉത്തരവാദിത്തം മാത്രം ചെയ്ത് ജീവിക്കുക? ഇവിടെ ഇരിക്കുന്ന ഏതെങ്കിലും അപ്പന് സാധ്യമാകുന്നൊരു കാര്യമാണോ? പക്ഷേ അത് തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നമാണെന്ന് തിരിച്ചറിയുന്ന യൗസേപ്പ് പിതാവ് അത് നിർവഹിക്കുകയാണ്. അപ്പോൾ ദൈവത്തോടൊപ്പം ഉറങ്ങുവാനും ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ ജീവിക്കുവാനും കഴിയുന്നിടത്താണ് നന്മയുണ്ടാകുന്നത്. പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബത്തെക്കുറിച്ച് നമുക്കെല്ലാവർക്കും ഒത്തിരിയേറെ സ്വപ്നങ്ങളുണ്ട്, അല്ലേ? നല്ലൊരു ഭവനം പണിയണം, ഇത്രമാത്രം സമ്പത്തുണ്ടാക്കണം, മക്കളെക്കുറിച്ച് അതിനേക്കാളും വലിയ സ്വപ്നങ്ങൾ നമ്മൾ വെച്ചു പുലർത്താറുണ്ട്. എന്നാൽ യൗസേപ്പ് പിതാവ് നമ്മോട് ചോദിക്കുന്ന ഒരേ ഒരു കാര്യം ഇതാണ്: നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ കുടുംബത്തെക്കുറിച്ച്, നിങ്ങളുടെ മക്കളെക്കുറിച്ച് ദൈവം കാണുന്ന സ്വപ്നങ്ങൾ നിങ്ങൾ കാണുന്നുണ്ടോ? അതനുസരിച്ച് ജീവിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നുണ്ടോ? അപ്പോൾ നമ്മുടെ കുടുംബം തിരുക്കുടുംബമായി മാറണമെങ്കിൽ ആദ്യമായി നമ്മൾ ചെയ്യേണ്ടതും ഇത് തന്നെയാണ്. ദൈവത്തോടൊപ്പം ഉറങ്ങുക, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ കാണുക, അതനുസരിച്ച് പ്രവർത്തിക്കുക. ഓരോ ഉറക്കത്തിന് ശേഷവും നമ്മൾ കാണുന്നത് ഇപ്രകാരമാണ്: അവൻ ദൂതൻ പറഞ്ഞതുപോലെ ചെയ്തു. യൗസേപ്പ് പിതാവ് ദൂതൻ പറഞ്ഞതുപോലെ ചെയ്തു എന്നാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. അപ്പോൾ സ്വപ്നം കാണുക മാത്രമല്ല, ആ സ്വപ്നത്തിൽ ദൈവം നൽകിയ ഉത്തരവാദിത്തം ആ മനുഷ്യൻ പൂർത്തീകരിച്ചു. അപ്പോൾ ഇന്ന് ഒരു കുടുംബനാഥ അല്ലെങ്കിൽ അമ്മ, മകൻ, മകൾ, അപ്പൻ എന്നുള്ള ഒരു ഉത്തരവാദിത്തം നിങ്ങൾ നിർവഹിക്കുമ്പോൾ അവിടെ നിങ്ങൾ ചിന്തിക്കേണ്ട ഏറ്റവും വലിയ കാര്യം ഇത് തന്നെയാണ്: എന്നെക്കുറിച്ച്, എൻ്റെ കൂടെയുള്ളവരെ കുറിച്ചുള്ള ദൈവത്തിൻ്റെ സ്വപ്നം അത് ഞാൻ കാണുന്നുണ്ടോ? അങ്ങനെ കാണുന്നുണ്ടെങ്കിൽ, അതനുസരിച്ച് നിങ്ങൾ ജീവിക്കുന്നുണ്ടെങ്കിൽ, അപ്പോഴാണ് നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുന്നത്. രണ്ടാമതായിട്ട് യൗസേപ്പ് പിതാവ് നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കി മാറ്റുവാൻ നമുക്ക് നൽകുന്ന മറ്റൊരു പാഠമെന്ന് പറയുന്നത് നീതിയുള്ളവരായിരിക്കുക എന്നുള്ളതാണ്. ബൈബിളിൽ യൗസേപ്പ് പിതാവിനെ വിശേഷിപ്പിക്കുന്നത് അവൻ നീതിമാനായിരുന്നതിനാൽ എന്നാണ്, നീതിമാൻ എന്നാണ്. അപ്പോൾ എന്താണ് നീതി എന്ന് പറയുന്നത്? ആരാണ് നീതിമാൻ എന്ന് പറയുന്നത്? നമ്മൾ പഴയ നിയമത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കുകയാണെങ്കിൽ നീതിമാൻ എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ കൽപ്പനകൾ അനുസരിക്കുന്നവനാണ്. നമ്മൾ വിചാരിക്കുന്നത് പോലെ ദൈവത്തിൻ്റെ 10 കൽപ്പന മാത്രമല്ല. യഹൂദ പാരമ്പര്യം അനുസരിച്ച് ദൈവം മോശയ്ക്ക് 10 നിയമങ്ങൾ ലിഖിതമായിട്ട് നൽകിയിട്ടുണ്ട്. എന്നാൽ അതുകൂടാതെ വാചികമായിട്ട് ഏകദേശം 600ഓളം നിയമങ്ങൾ മോശയ്ക്ക് ദൈവം നൽകിയിട്ടുണ്ട്. അത് എഴുതി കൊടുത്തിട്ടില്ല. അപ്പോൾ ഒരു യഹൂദൻ നീതിമാനാകണമെങ്കിൽ ഈ 600 നിയമങ്ങളും വള്ളിപുള്ളി തെറ്റാതെ ജീവിക്കണമെന്നുള്ളതാണ്. അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു വ്യക്തിയെ ജീവിക്കുമ്പോഴാണ് നമ്മൾ അവനെ നീതിമാൻ എന്ന് വിളിക്കുന്നത്. അപ്പോൾ യൗസേപ്പ് പിതാവിനെ എന്ത് കാരണത്താലാണ് നീതിമാൻ എന്ന് വിളിക്കുന്നത്? മോശയുടെ നിയമം അനുസരിച്ച് വ്യഭിചാരത്തിൽ പിടിക്കപ്പെടുന്ന വ്യക്തിയെ കല്ലെറിഞ്ഞ് കൊല്ലണം എന്നുള്ളതാണ്. അപ്പോൾ ഒരു മാനുഷികമായ കണ്ണിലൂടെ നോക്കുകയാണെങ്കിൽ പരിശുദ്ധ അമ്മ വിവാഹത്തിന് മുമ്പേ ഗർഭിണിയായി. മോശയുടെ നിയമം അനുസരിച്ച് കല്ലെറിഞ്ഞ് കൊല്ലണം. ഈ നിയമം അനുസരിക്കുന്ന ഒരു മനുഷ്യനെയാണ് സാധാരണ ഭാഷയിൽ നീതിമാൻ എന്ന് വിളിക്കേണ്ടത്. എന്നാൽ യൗസേപ്പ് പിതാവ് ആ ഒരു നിയമത്തെ ലംഘിക്കുകയാണ് നമ്മൾ കാണുന്നത്. അപ്പോൾ എങ്ങനെയാണ് യൗസേപ്പ് പിതാവിനെ നീതിമാൻ എന്ന് വിളിക്കാനായിട്ട് സാധിക്കുക? അപ്പോൾ യൗസേപ്പ് പിതാവ് നീതിക്ക് പുതിയൊരു നിർവചനം നൽകുകയാണ്. എന്താണ് നീതി? അർഹിക്കുന്നവന് അർഹിക്കുന്നത് കൊടുക്കുന്നതാണ് നീതി. അതായത് ഒരുവനോട് കരുണ കാണിക്കുന്നത്, ക്ഷമിക്കുന്നത്, അതാണ് നീതി
എന്ന് യൗസേപ്പിതാവ് തൻ്റെ ജീവിതത്തിലൂടെ നമുക്ക് കാണിച്ചു തരികയാണ്. യേശുവിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ യൗസേപ്പിതാവിൻ്റെ ഈ ഒരു ഗുണം യേശുവിൽ നമ്മൾ കാണുന്നുണ്ട്. അവൻ്റെ അടുക്കലേക്ക് വരുന്ന പാപികൾ, ചുങ്കക്കാർ, അവൻ ഒരിക്കലും അവരെ തള്ളിക്കളയുന്നില്ല. മറ്റുള്ളവർ അവരെ കുറ്റപ്പെടുത്തുമ്പോൾ അവനെ ചേർത്ത് നിർത്തുന്നുണ്ട്, അവരോട് കരുണ കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ദൈവം പരിശുദ്ധനായിരിക്കുന്നത് പോലെ നിങ്ങളും പരിശുദ്ധരായിരിക്കുവിൻ എന്ന് പറഞ്ഞു വെക്കുന്ന അതേ വചനഭാഗം നിങ്ങളുടെ ദൈവമായ പിതാവ് കരുണയുള്ളവനായിരിക്കുന്നത് പോലെ നിങ്ങളും കരുണയുള്ളവരായിരിക്കുവിൻ എന്ന് അവിടെ എഴുതി വെക്കുന്നുണ്ട്. അപ്പോൾ കരുണയും പരിശുദ്ധിയും ഒന്നാണെന്നും അത് പ്രവർത്തിക്കുന്നവനാണ് നീതിമാനെന്നും ഇന്ന് യൗസേപ്പിതാവ് കാണിച്ചു തരുന്നുണ്ട്. നിങ്ങൾ കുടുംബത്തിൽ ഒരു അപ്പനെന്ന നിലയിൽ, അമ്മയെന്ന നിലയിൽ, അല്ലെങ്കിൽ ജീവിത പങ്കാളി, മക്കളെന്ന നിലയിൽ നിങ്ങൾ നീതിമാന്മാരാണോ? ഒരുവൻ അർഹിക്കുന്ന സമയം, അവർ അർഹിക്കുന്ന നന്മയുടെ വാക്കുകൾ, അവർ അർഹിക്കുന്ന കരുണ നിങ്ങൾ അവിടെ കൊടുക്കുന്നുണ്ടോ? പലപ്പോഴും നമ്മൾ ശാഠ്യക്കാരായി മാറുകയാണ് ചെയ്യുന്നത്. വടിയെടുക്കുന്നവരായി, നിയമത്തിൻ്റെ കാഠിന്യത്തിൽ ജീവിക്കുന്നവരായി നമ്മൾ മാറുമ്പോൾ നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബങ്ങളായി മാറുന്നില്ല. മറിച്ച് അവിടെ ഉണ്ടാകുന്നതൊക്കെയും കലഹങ്ങളാണ്. അപ്പോൾ യൗസേപ്പിതാവ് നമുക്ക് നൽകുന്ന രണ്ടാമത്തെ പാഠമെന്ന് പറയുന്നത് നമ്മൾ നീതിമാന്മാരായിരിക്കണം, അതായത് കരുണ കാണിക്കുന്നവരായിരിക്കണം. എന്താണ് കരുണ എന്ന് പറയുന്നത്? കരുണ എന്ന് പറയുന്നത് അതിൻ്റെ ഗ്രീക്ക് പദത്തിൻ്റെ അർത്ഥം ഉള്ളം മറിയുക എന്നുള്ളതാണ്, കുടൽ മറിയുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ അതിൻ്റെ അർത്ഥം. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരെ കാണുമ്പോൾ അവരുടെ തെറ്റായ ജീവിത രീതി ഓർത്ത് നിങ്ങളുടെ ഉള്ളു മറിയുന്നുണ്ടോ? അല്ലെങ്കിൽ അവരുടെ ദൈവികമായ വളർച്ചയിലുണ്ടാകുന്ന പോരായ്മയെ നോക്കി നിങ്ങളുടെ ഉള്ള് മറിയുന്നുണ്ടോ? അങ്ങനെ മറിയുന്നില്ലെങ്കിൽ നിങ്ങളുടെ ജീവിതത്തിൽ കരുണ ഇല്ല എന്നുള്ളതാണ്. യൗസേപ്പിതാവ് നമ്മോട് പറയുന്നു, അങ്ങനെയാകരുത്. നിങ്ങളുടെ കുടുംബം തിരുക്കുടുംബമാകണമെങ്കിൽ കരുണയുള്ളവരാകുക. നിങ്ങളുടെ കൂടെ ജീവിക്കുന്നവരുടെ വേദനയിൽ നിങ്ങളുടെ ഉള്ളം പിടക്കണം. അങ്ങനെ പിടയ്ക്കുന്ന ഒരു കുടുംബവും വിഘടിച്ചു പോകില്ല. അപ്പോൾ യൗസേപ്പിതാവ് ഒരു കുടുംബം തിരുക്കുടുംബമാകുവാനായിട്ട് പഠിപ്പിക്കുന്ന രണ്ട് കാര്യങ്ങൾ ഇതൊക്കെയാണ്. ഒന്ന്, നിങ്ങൾ സ്വപ്നം കാണുന്നവരാകുക, ദൈവത്തോടൊപ്പം ഉറങ്ങുക, ആ സ്വപ്നത്തിൽ ദൈവം നൽകുന്ന ദൈവത്തിൻ്റെ ഹിതം പൂർത്തീകരിക്കുക. രണ്ടാമതായിട്ട്, നിങ്ങൾ നീതിയുള്ളവരാകുക. നിങ്ങൾ നീതിയോടെ മുന്നോട്ട് പോകുകയാണെങ്കിൽ നിങ്ങൾ കരുണയുള്ളവരായിരിക്കും. ഏത് ഭവനത്തിൽ കരുണയുണ്ടോ ആ ഭവനത്തിൽ സ്നേഹമുണ്ടാകും. സ്നേഹമുള്ള ഭവനം എന്നും നിലനിൽക്കും. പരിശുദ്ധ അമ്മയുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമ്പോൾ പരിശുദ്ധ അമ്മയും നമ്മുടെ കുടുംബങ്ങൾ തിരുക്കുടുംബമാക്കുവാനായിട്ട് രണ്ട് കാര്യങ്ങൾ നമ്മെ പഠിപ്പിക്കുന്നുണ്ട്. ഒന്ന്, പരിശുദ്ധ അമ്മ ദൈവദൂതനോട് പറഞ്ഞ അതേ വാക്കുകളാണ്, ഇതാ കർത്താവിൻ്റെ ദാസി. അപ്പോൾ നമ്മളെല്ലാവരും സ്വാതന്ത്ര്യത്തോടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഒരു കുടുംബത്തിൻ്റെ അടിസ്ഥാനത്തിൽ പോലും എൻ്റെ ആഗ്രഹങ്ങൾക്ക് പ്രാമുഖ്യം നൽകണം എന്ന് ചിന്തിക്കുന്നവരാണ് നാം എല്ലാവരും. അവിടെയാണ് പരിശുദ്ധ അമ്മ നമുക്ക് പുതിയൊരു വെളിച്ചം നൽകുന്നത്. അമ്മ പറയുന്നത് എന്താണ്? ഇതാ കർത്താവിൻ്റെ ദാസി. ദൗളി എന്നുള്ള ഗ്രീക്ക് പദമാണ് അവിടെ ഉപയോഗിച്ചിരിക്കുന്നത്, അതായത് കെട്ടിയിടുക എന്നുള്ളതാണ്. അപ്പോൾ പരിശുദ്ധ അമ്മ തന്നെ ദൈവത്തിനും ദൈവം നൽകുന്ന കുടുംബത്തിനും വേണ്ടി തൻ്റെ സ്വാതന്ത്ര്യത്തെ ഉപേക്ഷിക്കുന്നതായിട്ടാണ് നമ്മൾ കാണുന്നത്. അവരുടെ നന്മയ്ക്ക് വേണ്ടി സ്വന്തം ജീവിതത്തെ മാറ്റിവെക്കുന്നതായിട്ടാണ് കാണുന്നത്. എന്നാൽ ഇന്ന് എന്താണ് നമ്മൾ കാണുന്നത്? നമ്മൾ കാണുന്നതൊക്കെയും നമ്മുടെ ജീവിതത്തിൻ്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി ബന്ധങ്ങളെ മുറിച്ചു മാറ്റുന്നതാണ്. നമ്മൾ പലപ്പോഴും പറയാറുണ്ടല്ലോ, ഞാനൊരു വ്യക്തിയാണ്, എനിക്ക് സ്വാതന്ത്ര്യമുണ്ട്, എനിക്ക് നല്ല രീതിയിൽ ജീവിക്കണം, അതുകൊണ്ട് എനിക്ക് ഈ ബന്ധം പറ്റില്ല എന്നൊക്കെ. അവിടെയാണ് പരിശുദ്ധമ്മ പറയുന്നത്, നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ എന്നതിനേക്കാൾ ഉപരി നമ്മൾ എന്നതിലേക്ക് കടന്നു വരണം. നിങ്ങളുടെ കുടുംബത്തോട് നിങ്ങൾ ചേർത്ത് കെട്ടപ്പെടണം എന്നുള്ളതാണ്. അങ്ങനെ കെട്ടപ്പെടാത്തൊരവസ്ഥയിലാണ് നമ്മുടെ കുടുംബമെങ്കിൽ തീർച്ചയായിട്ടും അവിടെ സ്വാതന്ത്ര്യമുണ്ടാകും, മറിച്ച് സ്നേഹമുണ്ടാവില്ല. ദൈവത്തിന് തന്നെ വിട്ടുകൊടുക്കുവാൻ ആ അമ്മ കാണിച്ച മനസ്സ്, അത് കുടുംബത്തിന് വേണ്ടി ഓരോരുത്തരും പങ്കുവയ്ക്കണമെന്ന് പരിശുദ്ധ അമ്മ ആഗ്രഹിക്കുന്നുണ്ട്. ഏറെ പ്രത്യേകിച്ച് നമ്മളിന്ന് പരിശുദ്ധ അമ്മയുടെ സന്നിധിയിലാണ്. അമ്മയുടെ ആ ജീവിതം നമുക്കൊന്ന് എടുത്തു നോക്കാം. ഒരിക്കലും തൻ്റെ ജീവിതത്തിൽ
ദൈവത്തിനേക്കാളും കവിനൊരു സ്ഥാനം അമ്മ കൊടുത്തിട്ടില്ല. ആ അമ്മ എപ്പോഴും ദൈവഹിതത്തിന് പൂർണ്ണമായി വിട്ടുകൊടുത്തു. കാൽവരി കുന്നിലും നമ്മൾ കാണുന്നത് അതാണ്. യേശു ചോദിക്കുന്നുണ്ടല്ലോ, എൻ്റെ ഏലി ഏലി ലാമ സബക്താനി. അത് ഒരുപക്ഷെ പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന കൂടിയാണ്. എൻ്റെ ദൈവമേ നീ എന്തുകൊണ്ട് എന്നെ കൈവിട്ടു? നീ തന്ന എൻ്റെ ജീവിത പങ്കാളി മരിച്ചു, ഇതാ നീ തന്ന എൻ്റെ മകൻ ഇപ്പോൾ കുരിശിൽ തൂങ്ങി മരിക്കുന്നു, നീ എന്തിന് എന്നെ കൈവിട്ടു? ഒരുപക്ഷെ അമ്മ ചോദിച്ചിട്ടുള്ള ഒരു പ്രാർത്ഥന തന്നെയാകാം ക്രിസ്തുവിൻ്റെ അധരത്തിലൂടെ നമ്മൾ കേട്ടത്. എന്നാൽ അതിനുള്ള ഉത്തരവും ക്രിസ്തുവിൻ്റെ അധരത്തിലൂടെ നമ്മൾ കേൾക്കുന്നുണ്ട്. എല്ലാം പൂർത്തിയായി, നിന്റെ കരങ്ങളിൽ എൻ്റെ ആത്മാവിനെ സമർപ്പിക്കുന്നു. പരിശുദ്ധ അമ്മയുടെ ജീവിതം മുഴുവനും യേശുവിൻ്റെ കുരിശിലെ ആ 2 വാക്കിൽ നമുക്ക് സംഗ്രഹിക്കാം. ജീവിതത്തിൽ നഷ്ടപ്പെടുന്ന കാര്യങ്ങളൊക്കെയും ദൈവത്തിൻ്റെ സന്നിധിയിൽ തന്നെ സമർപ്പിച്ചുകൊണ്ട് ആ അമ്മ എല്ലാം നിനക്കായി സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞു വയ്ക്കുന്നു. അപ്പോൾ ദൈവത്തിന് വേണ്ടി സമർപ്പിച്ചുകൊണ്ട് കുടുംബത്തിന് നമ്മെ തന്നെ വിട്ടുകൊടുക്കുമ്പോൾ അവിടെയാണ് പ്രിയമുള്ളവരെ നമ്മുടെ കുടുംബം തിരുക്കുടുംബമായിട്ട് മാറുന്നത്. പരിശ്രമ പിന്നെ നമ്മെ പഠിപ്പിക്കുന്ന മറ്റൊരു പാഠം എന്നുള്ളത് സന്തോഷത്തിൻ്റെ സുവിശേഷവാഹകരാകുക എന്നുള്ളതാണ്. തൻ്റെ ഉദരത്തിൽ ക്രിസ്തുവിനെ സ്വീകരിച്ച അമ്മ ആദ്യം ചെയ്യുന്നത് ഏറ്റവും ആവശ്യം തൻ്റെ സഹായമുണ്ടെന്ന് കരുതുന്ന ഒരു വ്യക്തിയിലേക്ക് പോകുകയാണ്. ഒരു മലമ്പ്രദേശത്തേക്കുള്ളൊരു യാത്രയെക്കുറിച്ചാണ് നമ്മൾ സംസാരിക്കുന്നത്, അല്ലേ? ഇപ്പോൾ ഇവിടെ സ്ത്രീജനങ്ങൾ ഒത്തിരി പേരുണ്ട്, അമ്മയായവർ ഒത്തിരി പേരുണ്ട്. അവർ ഗർഭം ധരിക്കുമ്പോൾ ഡോക്ടർമാർ പറയുന്നത് ആദ്യത്തെ 3 മാസവും അവസാനത്തെ 3 മാസവും വളരെ ശ്രദ്ധിക്കണമെന്നാണ്. ഇപ്പോൾ പരിശുദ്ധ അമ്മയ്ക്കൊരു നീണ്ട യാത്ര എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ളൊരു സമയം. എന്നാൽ അപ്പുറം തന്നെക്കാളും ജീവിതത്തിൽ സഹായം ആവശ്യമുണ്ടെന്ന് കരുതുന്ന ഒരാളെ പരിശുദ്ധ അമ്മ അറിയുകയാണ്. എലിസബത്ത് എന്ന വാർദ്ധക്യത്തിൽ ഗർഭം ധരിച്ചിരിക്കുന്ന ഒരു സ്ത്രീ. അവൾ വാർദ്ധക്യത്തിൻ്റെ അവസ്ഥയിലാണ്. അതുകൊണ്ട് തന്നെ ഈ ഒരു അവസ്ഥയിൽ തൻ്റെ സഹായം ആവശ്യമുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് ആ അമ്മ ഒരു ദീർഘയാത്രയ്ക്ക് പോകുകയാണ്. ഒരുപക്ഷെ തൻ്റെ ശാരീരികമായ അവസ്ഥയെ മുൻനിർത്തിക്കൊണ്ട് അമ്മയ്ക്ക് വേണ്ടെന്ന് വെക്കാവുന്ന ഒരു യാത്ര ആ അമ്മ തൻ്റെ ചാർച്ചക്കാരിക്ക് വേണ്ടി ചെയ്യുകയാണ്. ജീവിതത്തിൽ മറ്റുള്ളവരെ സഹായിക്കാൻ മുൻപന്തിയിലേക്ക് വരിക എന്നുള്ളതാണ് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുന്നത്. പരിശുദ്ധ അമ്മ നമ്മോട് ഇപ്രകാരം ചെയ്യാൻ പറയുന്നത് എന്തുകൊണ്ടാണ്? കാരണം അമ്മയുടെ ഉദരത്തിലുള്ളത് ദിവ്യകാരുണ്യനാഥനാണ്. നമ്മളെല്ലാവരും ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവരാണ്. ദിവ്യകാരുണ്യം സ്വീകരിക്കുന്നവർ ദിവ്യകാരുണ്യമായി മാറേണ്ടവരാണ്. അങ്ങനെ മാറുമ്പോൾ നമുക്കൊരിക്കലും നമ്മുടെ ജീവിതത്തെ സ്വസ്ഥമായി നമ്മുടെ ജീവിത കാഴ്ചപ്പാടിൽ തളച്ചിടുവാനായിട്ട് സാധിക്കില്ല. നമ്മുടെ സുഖങ്ങൾക്ക് വേണ്ടി മാറ്റിവെക്കുവാനായിട്ട് നമുക്ക് സാധിക്കില്ല. അവരൻ്റെ വേദനയിൽ, അവരൻ്റെ ആവശ്യങ്ങളിൽ നമ്മൾ മുന്നിട്ടിറങ്ങും. നമ്മുടെ കുടുംബത്തിൽ നമ്മോടൊപ്പം ജീവിക്കുന്നവരെ എത്രമാത്രം നമുക്കറിയാം. അവരുടെ ആവശ്യങ്ങളിൽ അവരെ സഹായിക്കുവാൻ എത്രമാത്രം നമ്മൾ മുന്നിട്ടിറങ്ങാറുണ്ട്. പൊന്നുരുന്നി ആശ്രമത്തിൽ ഞാൻ സേവനം ചെയ്യുമ്പോൾ അവിടെ കൗൺസിലിങ്ങിന് വന്ന ഒരു മാതാപിതാക്കൾ അവർ തങ്ങളുടെ മകളെക്കുറിച്ച് പറയുകയാണ്. ഈ മകൾ ഞങ്ങൾ പറയുന്നതൊന്നും കേൾക്കുന്നില്ല. ഞങ്ങൾ എല്ലാ ദിവസവും ഈ മക്കൾക്ക് വേണ്ടിയാണ് ജീവിക്കുന്നത്. രാവിലെ 8 മണി മുതൽ രാത്രി 9 മണി വരെ ഞങ്ങൾ ജോലി ചെയ്യും. പിന്നീട് വീട്ടിൽ വന്ന് ഇവർക്ക് വേണ്ടതൊക്കെ ചെയ്തു കൊടുക്കും. എന്നിട്ടും ഇവർ ഞങ്ങൾ പറഞ്ഞത് അനുസരിക്കുന്നില്ല. ഞങ്ങളിൽ നിന്നും ദൂരെ പോകുവാനായിട്ട് ഇവൾ ആഗ്രഹിക്കുന്നു. വീട്ടിൽ വലിയ ബഹളമുണ്ടാക്കുന്നു എന്നൊക്കെ. അപ്പോൾ ആ മാതാപിതാക്കളെ മാറ്റി നിർത്തിക്കൊണ്ട് ആ മകളോട് ഞാൻ സംസാരിക്കുകയുണ്ടായി. അപ്പോൾ ആ മകൾ പറഞ്ഞൊരു കാര്യമുണ്ട്. ശരിയാണ് അച്ഛാ, എൻ്റെ മാതാപിതാക്കൾ രാത്രിയും പകലുമെന്നില്ലാതെ എനിക്ക് വേണ്ടി ജീവിക്കുന്നുണ്ട്. അവർ എനിക്ക് വേണ്ടി അധ്വാനിക്കുന്നുണ്ട്. പക്ഷേ എന്നോടൊപ്പം ഇരുന്ന് ഒന്ന് സംസാരിക്കുവാൻ അവർക്ക് സമയമില്ല. എൻ്റെ മനസ്സറിയുവാനായിട്ട് അവർക്ക് സമയമില്ല. എൻ്റെ ജീവിതത്തിൽ ഞാൻ ഏത് പ്രതിസന്ധിയിലൂടെയാണ് കടന്നു പോകുന്നതെന്ന് അറിയാനായിട്ട് അവർക്ക് സമയമില്ല. പിന്നെ ഞാൻ എങ്ങനെയാണ് അവരെ സ്നേഹിക്കുക? പ്രിയമുള്ളവരെ, പരിശുദ്ധ അമ്മ തന്നെക്കാളും ആവശ്യമുള്ള ഒരാളെ കണ്ടപ്പോൾ അവരിലേക്ക് എത്തിച്ചെല്ലുവാനായിട്ട് പ്രതിബന്ധങ്ങളെ, ജീവിത സാഹചര്യങ്ങളെ മാറ്റിവെച്ചുകൊണ്ട് കടന്നുപോയവരാണ്. ഇന്ന് നമ്മുടെ കൂടെ ജീവിക്കുന്നവരെ പോലും തിരിച്ചറിയുവാൻ, അവരുടെ ആവശ്യങ്ങളെ മനസ്സിലാക്കുവാൻ, അതിനെ പരിഹരിക്കുവാൻ നമുക്ക് സാധിക്കുന്നില്ല എന്ന് വരുമ്പോൾ അങ്ങനെയുള്ളൊരു കുടുംബം എപ്രകാരമുള്ളൊരു കുടുംബമാണ്?
അവിടെയാണ് നമ്മൾ ആഴത്തിൽ ചിന്തിക്കേണ്ടത്. നമ്മുടെ ജീവിതം അപ്രകാരമുള്ളൊരു ജീവിതമായി മാറുമ്പോൾ നമ്മൾ ആയിരിക്കുന്നത് ഒരു കുടുംബത്തിലല്ല, മറിച്ചൊരു ലോഡ്ജിലായിട്ട് മാറും. കുറേ പേർ താമസിക്കുന്ന, കുറച്ച് കാര്യങ്ങൾ ചെയ്തു പോകുന്ന ഒരു ലോഡ്ജായി നമ്മുടെ കുടുംബങ്ങൾ മാറും എന്ന് പരിശുദ്ധ അമ്മ നമ്മെ പഠിപ്പിക്കുകയാണ്. ഇവിടെയാണ് പ്രിയമുള്ളവരെ, നമ്മുടെ കുടുംബങ്ങൾ എന്തുകൊണ്ട് തിരുക്കുടുംബമാകുന്നില്ല എന്ന് നമ്മൾ ചിന്തിക്കേണ്ടത്. പരിശുദ്ധ അമ്മ ദൈവത്തിനും തൻ്റെ കുടുംബത്തിനും വേണ്ടി സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിച്ച് തന്നെ ഒരു അടിമയായി കൊടുക്കുന്നു. മറ്റുള്ളവർക്ക് വേണ്ടി അവരുടെ സഹായത്തിന് ആദ്യമേ ഓടിയെത്തുന്നു. നമ്മുടെ കുടുംബങ്ങളിൽ അത്തരമൊരു മനോഭാവം നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നുണ്ടോ? ഇല്ലെങ്കിൽ നമ്മുടെ കുടുംബങ്ങളിൽ ദൈവം ഇനിയും പ്രവർത്തിക്കുവാനായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഇവിടെയാണ് നമ്മൾ നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കി മാറ്റേണ്ടത്. ഇത്തരം മനോഭാവങ്ങളുള്ള മാറ്റമാണ് നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കി മാറ്റുന്നത്. പിന്നീട് നമ്മൾ നോക്കുന്നത് നമ്മുടെ യേശുവിലേക്ക് തന്നെയാണ്. ഉണ്ണീശോയും നമ്മുടെ കുടുംബം തിരുക്കുടുംബമാക്കി മാറ്റുവാൻ ചില ടിപ്സ് നൽകുന്നുണ്ട്. ഒന്നാമതായിട്ട് നമ്മൾ യേശു 12-ാം വയസ്സിൽ ദേവാലയത്തിൽ നഷ്ടപ്പെടുന്ന ഒരു സമയത്താണ്. അവിടെ പരിശുദ്ധ അമ്മയും യൗസേപ്പിതാവും യേശുവിനെ കണ്ടെത്തുമ്പോൾ യേശു അവരോട് ചോദിക്കുന്നൊരു കാര്യമുണ്ട്. നിങ്ങൾ എന്തിനാണ് എന്നെ അന്വേഷിക്കുന്നത്? ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിലായിരിക്കേണ്ടേ? ദൈവഭവനത്തിലായിരിക്കുക എന്നുള്ളത് നമ്മുടെ കുടുംബം എപ്രകാരമാണ് തിരുക്കുടുംബമാകുന്നതിന് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം എന്താണ് സഭയെ സംബന്ധിച്ചിടത്തോളം ദേവാലയം? കല്ലിലും മണ്ണിലും പണിതുയർത്തുന്ന ഒരു കെട്ടിടമല്ല സഭയെ സംബന്ധിച്ചിടത്തോളം ദേവാലയം എന്ന് പറയുന്നത്. മറിച്ച് ആ ദേവാലയം എന്ന് പറയുന്നത് ഞാനും നിങ്ങളുമാണ്. ഞാനും നിങ്ങളുമാകുന്ന സജീവശിലയിൽ പരിശുദ്ധാത്മാവിനാൽ രൂപപ്പെടുത്തുന്ന ദൈവത്തിൻ്റെ ആലയമാണ് യഥാർത്ഥത്തിൽ ദേവാലയം. അങ്ങനെ നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ കുടുംബം ഒരു ദേവാലയമാണ്. ദൈവം വിവാഹമെന്ന കുദാശയിലൂടെ ഒന്നിപ്പിക്കുന്ന 2 പേർ, അവരുടെ സ്നേഹത്തിൻ്റെ ഫലമായുണ്ടാകുന്ന സന്താനങ്ങൾ, അവരാകുന്ന ജീവിതശിലയിൽ ദൈവം ഒരുക്കി വച്ചിരിക്കുന്ന ഏറ്റവും മനോഹരമായ ദേവാലയമാണ് നിങ്ങളുടെ കുടുംബം. ആ കുടുംബത്തിൽ നിങ്ങൾ ദൈവത്തിന് സ്ഥാനം കൊടുക്കുന്നുണ്ടോ? ദേവാലയം എന്നുള്ളത് ദൈവം വസിക്കുന്ന ഇടമാണ്. എവിടെയാണ് ദൈവം വസിക്കുന്നത്? ഒരു ആലയത്തിലാണോ? ഒരു കെട്ടിടത്തിലാണോ? തീർച്ചയായിട്ടുമല്ല. ദൈവം വസിക്കുന്നത് അവൻ്റെ ഹിതം പൂർണ്ണമായി അനുസരിക്കുന്നിടങ്ങളിലാണ്. നമ്മൾ ഇസ്രായേലിൻ്റെ ചരിത്രം എടുത്ത് നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാകുന്ന ഒരു കാര്യമുണ്ട്. ഇസ്രായേൽക്കാർക്ക് ഒരു അഹങ്കാരമുണ്ടായിരുന്നു. എന്തായിരുന്നു അഹങ്കാരം? ഞങ്ങളുടെ രാജ്യത്ത് ദൈവത്തിൻ്റെ ആലയമുണ്ടായിരുന്നു, അതുകൊണ്ട് ഞങ്ങളെ ആർക്കും പരാജിതനാക്കുവാനായിട്ട് സാധിക്കില്ല, അതുകൊണ്ട് എന്ത് തോന്നിവാസവും ചെയ്യാം എന്നുള്ളൊരു ചിന്ത യൂദാജനങ്ങൾക്കിടയിലുണ്ടായിരുന്നു. അവർ ദൈവം നൽകിയ കൽപ്പനകൾ വീണ്ടും വീണ്ടും ആവർത്തിച്ച് തെറ്റിക്കാൻ തുടങ്ങി. പ്രവാചകന്മാരെ അയക്കുന്നുണ്ട്, രാജാക്കന്മാരെ അയക്കുന്നുണ്ട്. അവരെല്ലാം പറഞ്ഞിട്ടും അവർ അതിനെ കൂട്ടാക്കാതെ തങ്ങളുടെ ഇടയിൽ ദേവാലയമുള്ളിടത്തോളം കാലം ദൈവം ഞങ്ങളെ ശിക്ഷിക്കില്ല, യുദ്ധത്തിൽ ഞങ്ങൾ തോൽക്കില്ല എന്നുള്ളൊരു ചിന്ത അവരുടെ ഇടയിലേക്ക് വന്നു. എന്നാൽ ദൈവം എന്താണ് ചെയ്യുന്നത്? ബാബിലോൺ രാജാവിനെ യൂദാദേശത്തേക്ക് അയക്കുകയാണ്. ആ ദേവാലയം തന്നെ തകർത്തെറിയുകയാണ്. എന്തിനാണോ അവർ ആശ്രയിച്ചത് ആ ദേവാലയത്തെ തന്നെ അവർ ഇല്ലാതാക്കുന്നു. അങ്ങനെ ദൈവത്തിൻ്റെ ആ പേടകം പോലും അവർക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. പലപ്പോഴും നമ്മളും ഈ ഒരു മനോഭാവത്തിലാണ് ജീവിക്കുന്നത്. ദൈവം നമ്മോട് കൂടിയുണ്ട്, നമ്മുടെ ക്രൈസ്തവ ഭവനങ്ങളിൽ ദൈവം ഉണ്ട്, അതുകൊണ്ട് നമ്മൾ ചെയ്യുന്നതൊക്കെയും ശരിയാണ് എന്നുള്ളൊരു ചിന്ത പലപ്പോഴും നമ്മൾ വെച്ച് പോകുന്നുണ്ട്. യേശു പറയുന്നത് ഞാൻ ദൈവത്തിൻ്റെ ഭവനത്തിലായിരിക്കണം. ദൈവഭവനം എന്ന് പറയുന്നത് ദൈവത്തിൻ്റെ മനസ്സറിഞ്ഞ് ജീവിക്കുന്നിടമാണ്. അവിടെയാണ് ദൈവം വസിക്കുന്നത്. അപ്പോൾ നമ്മുടെ കുടുംബം ദൈവഭവനമാണെന്ന് പറയണമെങ്കിൽ എൻ്റെ കുടുംബത്തിൽ ദൈവത്തിൻ്റെ ഹിതമനുസരിച്ച് നമ്മൾ ജീവിക്കണം. ഓരോ വ്യക്തിയും ദൈവഹിതമനുസരിച്ച് ജീവിക്കുമ്പോൾ മാത്രമാണ് ആ കുടുംബം ദേവാലയമായിട്ട് മാറുന്നത്. യേശു പറയുന്നത് പോലെ ഞാൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ ആയിരിക്കേണ്ടതല്ലേ എന്ന് നമ്മുടെ കുടുംബത്തെ കാണിച്ചുകൊണ്ട് നമുക്ക് പറയുവാനായിട്ട് സാധിക്കുമോ? അവിടെയാണ് നമ്മൾ ഒന്ന് ആഴത്തിൽ ചിന്തിക്കേണ്ടത്. രണ്ടാമതായിട്ട് യേശു നമുക്ക് കാണിച്ചു തരുന്നത് അവൻ എല്ലാവർക്കും വിധേയപ്പെട്ട് ജീവിക്കുന്നുവെന്നുള്ളതാണ്. ആരാണ് എന്ന് നമുക്കറിയാം. ക്രിസ്തു, ദൈവപുത്രൻ, എല്ലാം സൃഷ്ടിച്ചവൻ,
അവനാണ് മനുഷ്യൻ്റെ ജീവിതത്തിൽ അല്ലെങ്കിൽ മനുഷ്യൻ്റെ വാക്ക് കേട്ട് അതിന് വിധേയപ്പെട്ട് ജീവിക്കുന്നത്. വിധേയപ്പെടുക എന്നുള്ളത് നമ്മുടെ ആഗ്രഹങ്ങളും അഭിലാഷങ്ങളും ഉപേക്ഷിക്കുക എന്നുള്ളതല്ല, മറിച്ച് നമ്മുടെ ജീവിതത്തെ മറ്റുള്ളവർക്ക് ഒരു നന്മയായി സമർപ്പിക്കുക എന്നുള്ളതാണ്. പലപ്പോഴും ജീവിതത്തിൽ, കുടുംബങ്ങളിൽ വിധേയപ്പെടാനുള്ള മനസ്സ് നഷ്ടപ്പെടുന്നതാണ് നമുക്ക് നമ്മുടെ കുടുംബങ്ങളെ തിരുക്കുടുംബങ്ങളാക്കുന്നതിൽ നിന്നും തടസ്സം നിൽക്കുന്നത്. നമ്മുടെ കുടുംബങ്ങളിൽ പലപ്പോഴും ഞാൻ ചിന്തിക്കുന്നത്, ഞാൻ പറയുന്നതാണ് ശരി, അതുകൊണ്ട് അത് അംഗീകരിക്കപ്പെടണം എന്നുള്ളൊരു മനോഭാവമാണ്. ആ മനോഭാവത്തെ എടുത്ത് മാറ്റുവാനാണ് ക്രിസ്തു തൻ്റെ രണ്ടാമത്തെ ഗുണത്തിലൂടെ നമ്മോട് പറയുന്നത്. ക്രിസ്തു പറയുന്നത് ഇപ്രകാരമാണ്: നിങ്ങൾ വിധേയപ്പെട്ട് ജീവിക്കുക. തങ്ങളുടെ സ്ഥാനമല്ല, മാനമല്ല, മറിച്ച് തങ്ങൾക്ക് ദൈവം നൽകിയ ഉത്തരവാദിത്തമാണ്. അപ്പോൾ അതിന് വിധേയപ്പെട്ട് നിങ്ങൾ ജീവിക്കുമ്പോൾ, പരസ്പരം മനസ്സിലാക്കി ജീവിത പങ്കാളികൾ പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ, മാതാപിതാക്കൾക്ക് മക്കൾ വിധേയപ്പെട്ട് ജീവിക്കുമ്പോൾ, ആ വിധേയപ്പെടലിൽ അവിടെ നടക്കുന്നത് അനുസരണമാണ്. നമ്മൾ അനുസരിക്കുമ്പോൾ അവിടെ നന്മയുണ്ടാകുന്നു. നന്മയുള്ളിടത്ത് ഐക്യവും സ്നേഹവും ഉണ്ടാകുന്നു. പ്രിയമുള്ളവരെ, ഇതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ കുടുംബം തിരുക്കുടുംബമാകണമെങ്കിൽ ഈ ഒരു 6 കാര്യങ്ങൾ നമ്മൾ നമ്മുടെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കണം. യൗസേപ്പിതാവ് ചെയ്തതുപോലെ ദൈവത്തോടൊപ്പം ഉറങ്ങി ദൈവം കാണിച്ചു തരുന്ന സ്വപ്നങ്ങൾ കണ്ട് അതനുസരിച്ച് ജീവിക്കണം. രണ്ടാമതായി, യൗസേപ്പിതാവ് കാണിച്ചു തരുന്നത് പോലെ നീതിയുള്ളവരായി മാറണം. മൂന്നാമതായി, പരിശുദ്ധമ്മയെ പോലെ സ്വന്തം സ്വാതന്ത്ര്യം ഉപയോഗിച്ച് ദൈവത്തിനും കുടുംബത്തിനും വേണ്ടി തന്നെ അവരുടെ ഇടയിൽ കെട്ടിയിടണം. നാലാമതായിട്ട്, പരിശുദ്ധമ്മയെ പോലെ നമ്മുടെ കൂടെയുള്ളവരുടെ വേദനയിൽ അവരെ സഹായിക്കാൻ ആദ്യം ഓടി എത്തണം, ദിവ്യകാരുണ്യ അനുഭവമായി മാറണം. അഞ്ചാമതായിട്ട്, ഉണ്ണീശോ പറയുന്നത് പോലെ ദൈവത്തിൻ്റെ ആലയത്തിലായിരിക്കണം. ദൈവാലയം അത് ദൈവഹിതം നിറവേറ്റപ്പെടുന്ന ഇടമാണ്. അങ്ങനെയെങ്കിൽ നമ്മുടെ ഭവനങ്ങളിൽ ദൈവാലയമാകണമെങ്കിൽ നമ്മളും ദൈവഹിതം നിറവേറ്റുന്നവരാകണം. അവസാനമായി, വിധേയപ്പെട്ടുള്ള ഒരു ജീവിതം. അങ്ങനെ നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ കുടുംബം, നമ്മളായിരിക്കുന്ന സമൂഹം തിരുക്കുടുംബമായിട്ട് പരിവർത്തനപ്പെടും. അതിനു വേണ്ടിയാണ് നിങ്ങൾ പരിശ്രമിക്കേണ്ടത്. പ്രിയമുള്ളവരെ, അതിന് എന്ത് ചെയ്യാനായിട്ട് സാധിക്കും? അതിന് നമ്മൾ ചെയ്യേണ്ടത് സ്നേഹിക്കുന്നവരാകുക എന്നുള്ളതാണ്. എന്താണ് സ്നേഹമെന്ന വാക്കിലൂടെ നമ്മൾ മനസ്സിലാക്കേണ്ടത്? സ്നേഹമെന്നുള്ളത് ഒരു വികാരമാണ്. പലപ്പോഴും നമ്മളെ സംബന്ധിച്ചിടത്തോളം സ്നേഹത്തെ വികാരമായിട്ട് കാണുവാനാണ് നമ്മൾ പരിശ്രമിക്കാറ്. എന്നാൽ നമ്മൾ ബൈബിളിലൂടെ കടന്നു പോകുമ്പോൾ സ്നേഹം എന്ന വാക്കിന് ഒരു പ്രവൃത്തിയുടെ തലമുണ്ട് എന്ന് കാണുവാനായിട്ട് സാധിക്കും. ആവാഹ് എന്നൊരു ഹീബ്രു പദമാണ് സ്നേഹത്തെക്കുറിച്ച് ഉപയോഗിക്കാൻ പലപ്പോഴും ബൈബിളിൽ ഉപയോഗിക്കുന്ന പദം. പഴയ നിയമത്തിൽ അതിനർത്ഥം ടു ഗീവ് എന്നുള്ളതാണ്, കൊടുക്കുക എന്നുള്ളതാണ് സ്നേഹിക്കുക എന്നുള്ളത്, അല്ലേ? ഇപ്പോൾ നമ്മൾ കുടുംബം എടുത്ത് നോക്കുകയാണെങ്കിൽ തന്നെ ഒരമ്മ തൻ്റെ മക്കളോടുള്ള സ്നേഹത്തെക്കുറിച്ച് എങ്ങനെയാണ് വിവരിക്കുക? ഞാൻ എൻ്റെ മകന് ഇത് ചെയ്തു കൊടുക്കാറുണ്ട്, അവന് വേണ്ടി ഞാൻ ഇങ്ങനെ ചെയ്തു, ഇത് ചെയ്തു എന്നൊക്കെയാണ്. ഒരപ്പൻ തൻ്റെ കുടുംബത്തോടുള്ള സ്നേഹം എങ്ങനെയാണ് വിവരിക്കുന്നത്? ഞാൻ അധ്വാനിക്കുന്നുണ്ട്, എൻ്റെ കാശ് അവർക്ക് കൊടുക്കുന്നു, അല്ല? അപ്പോൾ കൊടുക്കുന്നതിൻ്റെ കണക്കാണ് നമ്മളെപ്പോഴും സ്നേഹത്തെക്കുറിച്ച് പറയുവാനായിട്ട് കാണിച്ചു കൊടുക്കുന്നത്. അപ്പോൾ പ്രിയമുള്ളവരെ, സ്നേഹിക്കുക എന്ന് പറയുന്നത് കൊടുക്കുക എന്നുള്ളതാണ്. എങ്ങനെ കൊടുക്കണം? അതാണ് ദൈവപിതാവ് നമുക്ക് കാണിച്ചു തരുന്നത്. തൻ്റെ പ്രിയപുത്രനെ നൽകാൻ തക്ക വിധം ദൈവം ലോകത്തെ അത്രമാത്രം സ്നേഹിച്ചു. അപ്പോൾ തനിക്ക് പ്രിയപ്പെട്ടതിനെ പോലും നമുക്ക് നൽകണമെന്നുണ്ടെങ്കിൽ ദൈവം നമ്മെ എത്രമാത്രം സ്നേഹിക്കുന്നുണ്ടാകണം. പുത്രനായ ദൈവം എങ്ങനെയാണ് നമ്മളെ സ്നേഹിച്ചത്? ദൈവത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ദൈവികതയാണ് ഏറ്റവും വലിയ കാര്യമെന്ന് പറയുന്നത്. അമരത്വമാണ്, സമയമില്ലാത്തതാണ്, കാലമില്ലാത്തതാണ്. ആ ദൈവപുത്രൻ നമുക്ക് വേണ്ടി സമയത്തിൻ്റെയും കാലത്തിൻ്റെയും പരിമിതിയിലേക്ക് കടന്നു വന്നു. അമരനായ ദൈവം നമുക്ക് വേണ്ടി ആ അമരത്വത്തെ ഉപേക്ഷിച്ച് കുരിശിൽ മരിക്കുന്നു. അങ്ങനെ തനിക്ക് പ്രിയപ്പെട്ടതായ എന്തെല്ലാം ഉണ്ടോ അതെല്ലാം ഉപേക്ഷിച്ചുകൊണ്ടാണ് ക്രിസ്തു നമ്മോടുള്ള സ്നേഹം പ്രകടമാക്കുന്നത്. അപ്പോൾ ഇന്ന് ഇവിടെ ആയിരിക്കുമ്പോൾ യേശുനാഥൻ നമ്മോട് പറയുന്നതും ഇപ്രകാരം തന്നെയാണ്.
നിങ്ങൾ കൊടുക്കുക. നിങ്ങൾക്ക് പ്രിയപ്പെട്ടത്, അതും കണക്ക് വെക്കാതെ കൊടുക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നിങ്ങളുടെ കുടുംബത്തിൽ സ്നേഹത്തിൻ്റെ സമൃദ്ധി ഉണ്ടാകും. ആ സമൃദ്ധിയാണ് നിങ്ങളുടെ കുടുംബത്തെ യഥാർത്ഥത്തിൽ ഒന്നിപ്പിക്കുന്നത്. അവിടെ മറ്റു ഗുണങ്ങൾ ചേർന്ന് വരുമ്പോൾ അവിടെ നിങ്ങളുടെ കുടുംബം തീർച്ചയായിട്ടും തിരുക്കുടുംബമായിട്ട് മാറും. പ്രിയമുള്ളവരെ, ഈ ഒരു ചെറിയ സന്ദേശം നമുക്ക് ദൈവം ഇന്ന് നൽകുമ്പോൾ നമ്മുടെ കുടുംബത്തിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കാം. പലപ്പോഴും നമ്മുടെ വാക്കുകൊണ്ട്, നമ്മുടെ പ്രവൃത്തി കൊണ്ട് നമ്മളോടൊപ്പം ജീവിക്കുന്നവരെ നമ്മൾ വേദനിപ്പിച്ചിട്ടുണ്ട്. അവർക്ക് വേണ്ട സമയം, അവർക്ക് വേണ്ട നല്ല വാക്കുകൾ നമ്മൾ കൊടുക്കാതിരുന്നിട്ടുണ്ട്, അല്ലെ? പരിശുദ്ധ ഫ്രാൻസിസ് പാപ്പ നമ്മോട് പറയുന്നത് എന്താണ്? നിങ്ങളുടെ കുടുംബം സുന്ദരമാകണമെങ്കിൽ ചെറിയ ചെറിയ കാര്യങ്ങൾ ചെയ്താൽ മതി. ഒരു സോറി, അല്ലെങ്കിൽ ഒരു താങ്ക്സ്, ഒരു നല്ല വാക്ക്, അതൊക്കെയാണ് നമ്മൾ കുടുംബത്തിന് കൊടുക്കേണ്ടത്. അങ്ങനെ കൊടുക്കുന്നവരാകുമ്പോൾ തീർച്ചയായിട്ടും ആ സ്നേഹം സമൃദ്ധമായിട്ട് മാറും. കാരണം നാം എല്ലാവരും വിശ്വസിക്കുന്നത് ത്രിയേക ദൈവത്തിലാണ്. നമ്മളുടെ കുടുംബം ഒന്നാക്കപ്പെട്ടിരിക്കുന്നത് ത്രിയേക ദൈവത്തിൻ്റെ നാമത്തിലാണ്. സഭാ പണ്ഡിതന്മാർ പറയുന്നത് ഇപ്രകാരമാണ്: ദൈവം സ്നേഹമാണെങ്കിൽ ദൈവം ത്രിത്വമാകണം. കാരണം ഒരാൾ തന്നെ തന്നെ സ്നേഹിച്ചാൽ ആ സ്നേഹം അത് ശരിയായ സ്നേഹമല്ല. രണ്ടുപേർ തമ്മിലുള്ള സ്നേഹമാണെങ്കിൽ അതിൽ സ്വാർത്ഥതയുണ്ട്. ഒരു സ്നേഹം യഥാർത്ഥ സ്നേഹമാകണമെങ്കിൽ അവിടെ കുറഞ്ഞത് 3 വ്യക്തികളെങ്കിലും ഉണ്ടാകണം. നിസ്വാർത്ഥമായി 3 പേർ പങ്കുവെക്കുന്നതാകണം എന്നുള്ളതാണ് സഭാപിതാക്കന്മാർ പറഞ്ഞു വെക്കുന്നത്. അങ്ങനെയെങ്കിൽ ആ ത്രിയേക ദൈവത്തിൻ്റെ സ്നേഹത്തിൽ ഒന്നായിരിക്കുന്ന ഒരു കുടുംബത്തിലെ അംഗങ്ങളെന്ന നിലയിൽ ആ സ്നേഹത്തിലേക്ക് കൊടുക്കുന്ന, പരിപൂർണമായി സമർപ്പിക്കുന്ന, ദൈവത്തിൻ്റെ സ്വപ്നങ്ങൾ നിറവേറ്റുന്ന ഒരു കുടുംബമായി നിങ്ങൾ മാറുമ്പോൾ നിങ്ങളുടെ കുടുംബം തീർച്ചയായിട്ടും തിരുക്കുടുംബമായിട്ട് മാറും. ഇന്ന് ഈ പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നമ്മളായിരിക്കുമ്പോൾ അമ്മ നമുക്ക് നൽകുന്ന ഈ പാഠം നമുക്ക് ഉൾക്കൊള്ളാം. ഒരു നിമിഷം നമുക്കെല്ലാവർക്കും നമ്മുടെ കണ്ണുകൾ അടച്ച് നമ്മുടെ കുടുംബത്തിൻ്റെ അവസ്ഥയെക്കുറിച്ചൊന്ന് ചിന്തിക്കാം. പലപ്പോഴും യൗസേപ്പിതാവിനെ പോലെ നിശബ്ദനാകേണ്ട ഇടങ്ങളിൽ നിശബ്ദനാകാതെ നമ്മൾ നമ്മുടെ കൂടെയുള്ളവരെ മുറിപ്പെടുത്തിയ അവസരങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. പലപ്പോഴും ദൈവസ്വപ്നങ്ങളെക്കാളും സ്വന്തം സ്വപ്നങ്ങൾ കുടുംബത്തിൽ പ്രാവർത്തികമാക്കാൻ നമ്മൾ പരിശ്രമിച്ച നിമിഷങ്ങൾ നമുക്കുണ്ടായിട്ടുണ്ടാകാം. പരിശുദ്ധ അമ്മയെ പോലെ ദൈവത്തിനും കുടുംബത്തിനും വിട്ടുകൊടുക്കേണ്ട അവസരങ്ങളിൽ സ്വാർത്ഥമായി ചിന്തിച്ചുകൊണ്ട് നമ്മുടെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി നമ്മൾ ജീവിച്ച നിമിഷങ്ങളുണ്ടാകാം. നന്മ ചെയ്യേണ്ട കുടുംബത്തിലുള്ളവർ വേദനിക്കുമ്പോൾ അവർക്ക് സാന്ത്വനമാകേണ്ട നിമിഷങ്ങളിൽ വാക്കുകൊണ്ടും പ്രവൃത്തി കൊണ്ടും അവരെ വീണ്ടും വേദനിപ്പിച്ച നിമിഷങ്ങൾ ഉണ്ടായിട്ടുണ്ടാകാം. യേശുവിനെ പോലെ ദൈവാലയത്തിൻ്റെ പരിശുദ്ധി നമ്മുടെ ഭവനങ്ങളിൽ സൂക്ഷിക്കാൻ കഴിയാതെ നമുക്ക് പോയിട്ടുണ്ടാകാം. പരസ്പരം വിധേയപ്പെട്ട് ജീവിക്കുവാൻ കഴിയാതെ നമുക്ക് പോയിട്ടുണ്ടാകാം. ആ നിമിഷങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. നമുക്ക് ഇന്ന് നല്ലൊരു തീരുമാനം പരിശുദ്ധ അമ്മയുടെ സന്നിധിയിൽ നിന്നും എടുക്കാം. കർത്താവേ, ഞങ്ങളുടെ കുടുംബങ്ങളെ തിരുക്കുടുംബമാക്കുവാൻ ഞങ്ങൾ ഇന്നു മുതൽ പരിശ്രമിക്കും. ഞങ്ങളുടെ ജീവിതത്തിൽ ഞങ്ങൾക്കുള്ളതെല്ലാം കൊടുത്ത് സ്നേഹത്തിൻ്റെ കുദാശയായി ഞങ്ങൾ മാറും. അങ്ങനെ ഞങ്ങളുടെ ഭവനങ്ങൾ ഞങ്ങൾ തിരുക്കുടുംബങ്ങളാക്കി മാറ്റും. ഈ ഒരു ഉറച്ച തീരുമാനത്തോടുകൂടി ഇന്ന് ഈ ആലയത്തിൽ നിന്നും നമുക്ക് നമ്മുടെ ഭവനങ്ങളിലേക്ക് പോകാം. ആ ഒരു കൃപയ്ക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് നമ്മെ തന്നെയും ദൈവകരങ്ങളിൽ സമർപ്പിക്കാം. ഒരിക്കൽ കൂടി നമുക്ക് പരിശുദ്ധ അമ്മയുടെ മാധ്യസ്ഥം അപേക്ഷിച്ചുകൊണ്ട് പരിശുദ്ധ അമ്മയുടെ പ്രാർത്ഥന നമുക്ക് ഏറ്റവും ഭക്തിയോടെ ഏറ്റുചൊല്ലാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയോടുകൂടി സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. നമുക്കൊരിക്കൽ കൂടി നമ്മുടെ കുടുംബങ്ങളെ യേശുവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കാം.
നമ്മളെപ്പോഴും എല്ലാ വർഷവും നമ്മുടെ ഭവനങ്ങളെ തിരുഹൃദയ പ്രതിഷ്ഠയിലൂടെ ദൈവത്തിന് സമർപ്പിക്കുകയാണ്. എന്നാൽ ഈ ഒരു നിമിഷം നമുക്ക് നമ്മുടെ ഭവനങ്ങളിലുള്ള എല്ലാവരെയും യേശുവിൻ്റെ തിരുഹൃദയത്തിന് സമർപ്പിക്കാം. കരുണവാനായ കർത്താവേ, അങ്ങയുടെ തിരുഹൃദയത്തിന് ഞങ്ങളുടെ കുടുംബങ്ങളെ അങ്ങേക്ക് സമർപ്പിക്കുകയാണ്. അങ്ങയുടെ വിലയേറിയ തിരുരക്തത്താൽ ഞങ്ങളുടെ ഭവനങ്ങളെ വിശുദ്ധീകരിക്കുകയും എല്ലാവിധ നാരകീയ ശത്രുക്കളിൽ നിന്നും കാത്തു പരിപാലിക്കുകയും ചെയ്യണമേ. അങ്ങ് ആഗ്രഹിക്കുന്ന പോലെ വിശുദ്ധിയിൽ വളരുവാനും അങ്ങ് ഞങ്ങളെ സ്നേഹിക്കുന്നത് പോലെ പരസ്പരം സ്നേഹിച്ച് സഭയും അങ്ങും തമ്മിലുള്ള സ്നേഹബന്ധത്തിൻ്റെ കുദാശയായി